നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിന്റെ ടോപ്പ് 5 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റ് ചോർന്നുവെന്ന് ആക്ഷേപമുയർന്നതിന് പിന്നാലെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ നീക്കി. മാധ്യമങ്ങളുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മനോജ് കെ പുതിയവിളയെയാണ് തൽസ്ഥാനത്തുനിന്ന് നീക്കിയത്. സംസ്ഥാന ബജറ്റ് ചോർന്ന സാഹചര്യത്തിൽ അത് റദ്ദാക്കി പുതിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച RSS നേതാവ് ചന്ദ്രാവത് കേരളത്തിലെ സ്വയം സേവകരുടെ കൊലപാതകം തന്നെ വേദനിപ്പിച്ചെന്നും തന്റേത് ഒരു വൈകാരിക പ്രകടനമായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. കേന്ദ്ര സർക്കാർ നവംബർ 8 പ്രഖ്യാപിച്ച നോട്ട് അസാധുവാക്കൽ നടപടികൾക്ക് ശേഷം 70,000 കോടി രൂപയുടെ കള്ളപ്പണം കണ്ടുകെട്ടി. കള്ളപ്പണം സംബന്ധിയായ വിഷയങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ ഏജൻസി തലവൻ ജസ്റ്റിസ് അർജിത് പസായത്താണ് ഇക്കാര്യം പറഞ്ഞത്. ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യാനെത്തുന്ന ബുർഖധാരികളായ സ്ത്രീകളെ പരിശോധിക്കണമെന്ന BJPയുടെ ആവശ്യത്തെ കളിയാക്കി ശിവസേന. BJPയുടെ നിരാശയാണ് ഇതിലൂടെ വെളിപ്പെടുന്നതെന്ന് ശിവസേന മുഖപത്രമായ സാമ്നയിൽ പറയുന്നു. IPL ഒത്തുകളിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്കിനെതിരെ ശ്രീശാന്ത് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി BCCIക്ക് നോട്ടീസ് അയച്ചു. കേസ് കോടതി മാർച്ച് 5 വീണ്ടും പരിഗണിക്കും. എല്ലാ ദിവസവും ടോപ്പ് 5 ന്യൂസിനായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.